അവസാനം നമ്മൾ സംസാരിക്കുന്നത് മുത്തങ്ങ വെടിവെപ്പിനെ കുറിച്ചാണ്. 20 വർഷം പിന്നിടുന്നു. 21ാം വർഷത്തിലേക്ക് എത്തുകയാണ് മുത്തങ്ങയിലെ വെടിവെപ്പ്. ഞങ്ങളുടെ അവകാശമായ ഭൂമി ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസികൾ നടത്തിയിട്ടുള്ള സമരം, ആ സമരം പിന്നീട് വലിയ കാലുഷ്യങ്ങൾ നിറഞ്ഞതായി മാറുന്നത് നമ്മൾ കണ്ടു. പോലീസ് അവിടെ മാരകമായിട്ടുള്ള നരനായിട്ട് നടത്തുന്നു. ജോഗി എന്ന് പറഞ്ഞൊരു ആദിവാസി കൊല്ലപ്പെടുന്നു, ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെടുന്നു. അതൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഫൈനലി അവർക്ക് ജീവിക്കാൻ പറ്റിയ നല്ല വീടുകൾ കിട്ടിയോ, അവർക്ക് മേലുള്ള നിയമത്തിൻ്റെ ഈ കുരുക്കുകൾ അഴിഞ്ഞു പോയോ, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ട ആളെക്കുറിച്ചുള്ള അന്വേഷണം എവിടെയെങ്കിലും എത്തിയോ ചോദിച്ചാൽ ഇല്ല. പോലീസ് കൊല്ലപ്പെട്ടതും മറ്റ് സംഗതികളെ ബന്ധപ്പെട്ടൊക്കെ വലിയ തോതിലുള്ള എൻക്വയറീസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അതിന്മേലുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ 21 വർഷം പിന്നിടുമ്പോൾ മുത്തങ്ങ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? സാർ എന്താണ് തോന്നുന്നത്? മുത്തങ്ങ സമരം നമുക്കറിയാവുന്ന പോലെ ഒരു ഭയങ്കര പ്രശ്നഭരിതമായ വേദനാജനകമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള തീക്ഷ്ണമായ ഒരു സമരമാണ്. ആ സമരം നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു? സമൂഹം മീൻസ് ആദിവാസി സമൂഹത്തിന് എന്ത് സംഭാവന കൊടുത്തു? അതോ അന്ന് അവർക്കുണ്ടായ നഷ്ടം മാത്രം അവശേഷിക്കുന്നു, ബാക്കിയൊന്നും ഉണ്ടായില്ലെന്നാണ്? യഥാർത്ഥത്തിൽ കേരളം ഒരുപാട് ആദിവാസി ഭൂസമരങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പല 75ഉം അതിന് മുന്നേയുള്ള കാലം തൊട്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് പലതരത്തിലുള്ള. അതിൽ ഏറ്റവും രക്തരൂഷിതമെന്ന് പറയാവുന്ന തരത്തിലുള്ളൊരു സമരമാണ് മുത്തങ്ങ എന്ന് പറയുന്നത്. മുത്തങ്ങ യഥാർത്ഥത്തിൽ മുത്തങ്ങയിൽ തുടങ്ങിയൊരു സമരമല്ല. അതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ കുടിൽ കെട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുടിൽ കെട്ടി തുടങ്ങിയ സമരം അത് തീർക്കാൻ വേണ്ടി നൽകിയ ഉറപ്പുകൾ പാലിച്ചില്ലെന്ന കാരണം കൊണ്ട് വേണ്ടി വന്നൊരു സമരമാണ്. നമ്മൾ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതെ, ഭൂമി പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഏതാണ്ട് ഇപ്പോൾ 2003 ഫെബ്രുവരി 2ാം വാരത്തോടുകൂടി ആരംഭിക്കുന്നത്. ഫെബ്രുവരി 19 വെടിവെപ്പ് ഒക്കെ നടക്കുന്ന സംഭവം ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റപ്പെട്ട് എപ്പോഴെങ്കിലും തുടങ്ങി അപ്പം തന്നെ അവസാനിക്കുന്ന ഒരു സമരമായിരുന്നില്ല. ഇതൊരു വാഗ്ദാന ലംഘനങ്ങളുടെയും വഞ്ചനയുടെയും ഒരുപാട് നീണ്ട ചരിത്രമുള്ള സംഗതിയാണ് എന്ന് നമ്മൾ കാണണം. ആദിവാസികൾക്ക് വേണ്ടി കേന്ദ്ര നിയമമുണ്ടായി. അവരിൽ നിന്ന് പിടിച്ചെടുത്ത ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമുണ്ടായി. ആ നിയമത്തിനനുസൃതമായി ആ നിയമം ഇല്ലാതാക്കാൻ വേണ്ടി കേരളം വേറൊരു നിയമം പാസ്സാക്കുന്നു. ആ നിയമത്തോട് യോജിക്കാതിരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവ് KR ഗൗരിയമ്മയാകുന്നു. ഇങ്ങനെയൊക്കെ കേരളം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന ഒരുപാട് ചരിത്ര വസ്തുതകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവരുടെ ഭൂമി സംബന്ധിച്ച പ്രശ്നം നിലനിൽക്കുന്നത് എൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ നടപ്പാക്കലിൽ വന്നിട്ടുള്ള സംഗതികളെയാണ്. എസ്റ്റേറ്റുകൾ ഒഴിവാക്കുന്നു. ആ നിലയിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഈ കാർഷിക മേഖലയിൽ ആ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ തന്നെ മറ്റു പല ജോലികളും ചെയ്തുകൊണ്ടേയിരുന്ന ആളുകളിൽ 80% ആളുകളും ആദിവാസി ദലിതുകളായിരുന്നു. അവർക്ക് ആ ഭൂമി ലഭിക്കാതെയാണ് ആ നിയമം നടപ്പാക്കപ്പെട്ടതെന്ന് കാണണം. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് ഭൂമി പോവുകയും ഈ നിയമം നടപ്പാക്കുകയും എസ്റ്റേറ്റുകളിൽ അത് വരാതിരിക്കുകയും ചെയ്യുന്നതോടുകൂടി കൃഷി നടത്തിപ്പിൻ്റെ പ്രധാന മേഖലയിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ മുഴുവൻ അവർക്ക് ഭൂമി ലഭിക്കുന്നില്ല. അവർക്ക് ആ ഭൂമി ലഭിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അവർക്ക് പരമ്പരാഗതമായി അവർക്കുണ്ടായിരുന്ന ഭൂമികൾ മുഴുവൻ എസ്റ്റേറ്റുകൾ കൂടുതൽ കയ്യേറുന്ന അവസ്ഥയുണ്ടായി. ഭൂമി കയ്യേറ്റക്കാർ അതല്ലാതെയുള്ള പലതരത്തിലുള്ള പദ്ധതി പ്രദേശങ്ങൾക്ക് വേണ്ടി അക്വയർ ചെയ്യുന്നതിലൂടെ നഷ്ടപ്പെടുന്നത്, ഇങ്ങനെ പല തരത്തിലുള്ള നഷ്ടങ്ങളിലേക്ക് അവർ കൂടുതൽ പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ മുത്തങ്ങയ്ക്ക് ശേഷമാണല്ലോ ചെങ്ങറ ഉണ്ടായത്. ചെങ്ങറ സമരത്തിൻ്റെ ഫലം എന്താണ്? ഒരു സമരവും ഫലം കാണാതെ അവസാനിക്കുകയും ചില വാഗ്ദാനങ്ങൾ ഉണ്ടാവുകയും അത് പിന്നെ എവിടെ എത്താതെ പോവുകയും ചെയ്യുക. അവർ വീണ്ടും സമരത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന സാഹചര്യം പിന്നീടും ഉണ്ടാകുന്നുണ്ട്. ഈ മുത്തങ്ങയ്ക്ക് ശേഷം ഇതെല്ലാം വിഫലമായപ്പോഴാണ് ഒരു ഘട്ടപ്പോൾ CK ജാനു ഒക്കെ നിൽപ്പ് സമരത്തിലേക്ക് പോയത്. ഇതൊന്നും സംഭവിക്കുന്നില്ല. ഇതിനകത്ത് മുഖ്യമായ ഉത്തരവാദിത്വം 2 മുന്നണികൾക്കും കേരളത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരുടെ യഥാർത്ഥത്തിലുള്ള അവകാശികൾ, ഭൂമിയുടെ ഒരുപക്ഷെ വനത്തിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക്, ആ വനഭൂമിയുടെ യഥാർത്ഥ അവകാശികൾക്ക് അത് ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന ഈ 2 മുന്നണികളുടെയും രാഷ്ട്രീയ ശക്തികൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും അവർക്ക് പ്രത്യാശയോടെ നോക്കാൻ കഴിയുന്ന ഒന്നും തന്നെ കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിലവിലുള്ള നിയമങ്ങളുടേതായിരുന്നില്ല പ്രശ്നം. നിയമങ്ങൾ കൊണ്ടുവരുന്നു, പക്ഷേ അത് നടപ്പാക്കുന്നതിൽ വരുത്തുന്ന അലംഭാവവും
വഞ്ചന എന്ന് തന്നെ നമ്മൾ പറയണം. വഞ്ചനയുമാണ് ആദിവാസികളെ ഇപ്പോഴും ഈ നിലയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയുന്നുണ്ട്. ദിവസം നടത്തുന്നു ഈ ആദിവാസികളുടെ ഈ ഭൂസമരങ്ങളെ നിരന്തരം പരാജയപ്പെടുത്തുന്നത് ആരാണ്? ഇപ്പോൾ മുത്തങ്ങാവടി വിഭാഗത്തിൽ നിന്നാണ് നമുക്കറിയാം. ഇവിടെ ചെങ്കറ സമരത്തിലാണ് ഒട്ടുപാല് കള്ളന്മാർ എന്ന് VS അവിടുത്തെ സമരക്കാരെ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ സമരങ്ങളോട് പൊതുവായിട്ടുള്ള സമീപനത്തെക്കുറിച്ച് സാർ പറഞ്ഞു. എന്തുകൊണ്ടാണ് നിരന്തരം അത് പരാജയപ്പെടുന്നതെന്ന് തോന്നുന്നു? അതിൽ നമ്മൾ ആദിവാസികളെ മാത്രമായി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അവർ ജനസംഖ്യയുടെ ഒരു 1.45% അത്രയേ വരുന്നുള്ളൂ. 4.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് അവരുടെ ജനസംഖ്യ. പക്ഷേ ഈ ദലിത് വിഭാഗങ്ങൾ, SC വിഭാഗങ്ങൾ കൂടെ കൂട്ടിയാൽ ഏതാണ്ട് 10% കേരളത്തിൽ വരും. രണ്ട് വിഭാഗവും ഏതാണ്ട് സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിൽ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ ST വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു കൂടുതൽ ഗൗരവപ്പെട്ട പ്രശ്നം അനുഭവിക്കുന്നു. അതിൽ തന്നെ ഈ കുറിച്യർ പോലുള്ള സമുദായങ്ങളാണ് അല്പമെങ്കിലും ഭേദപ്പെട്ട നിലയിലുള്ളത്. ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽ നിന്ന് ജയലക്ഷ്മി മന്ത്രിയായി എന്ന് പറയുമ്പോൾ ജയലക്ഷ്മി കുറിച്യ വിഭാഗത്തിൽ നിന്നാണ്. മറ്റ് സമുദായങ്ങളുടെ അവസ്ഥ പറയാൻ പോലും ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയാൻ പോലും ഒരാളില്ലാത്ത വിധം ദയനീയമാണ്. അപ്പോൾ അതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട്ടിൽ 3 നിയമസഭാ മണ്ഡലങ്ങളിലപ്പോൾ 2 മണ്ഡലങ്ങളിൽ നിന്നും വിജയിക്കുന്നത് ആരാണ്? അത് ST വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ST റിസർവ്ഡ് ആണ്. പക്ഷേ എന്നാലും ഈ വിഭാഗത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ സാമൂഹ്യശാസ്ത്ര പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കേതമാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. സാമൂഹികമായ ചലനാത്മകത എന്ന് പറയുന്നത്. ഒരു ചലനാത്മകതയുമില്ല. നേരത്തെ കഴിഞ്ഞ തലമുറ ഏത് കുടിലിലാണോ കിടന്നത് ആ കുടിലിൽ തന്നെയാണ് ഈ തലമുറയിൽപ്പെട്ട ആളും കിടക്കുന്നത്. മുത്തച്ഛൻ എന്ത് തൊഴിലാണോ ചെയ്തത് ആ തൊഴിൽ തന്നെയാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി, ഒരു തരത്തിലുമുള്ള സാമൂഹിക ചലനാത്മകതയുമില്ലാത്ത ഒരു ജനതയായി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പ്, അതിൻ്റെ അതിജീവനം, അതിൻ്റെ മുന്നോട്ട് പോക്ക്, ഇതുമായി ബന്ധപ്പെട്ട് സാമാന്യനെ പറയുന്ന ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാന മൂലധനങ്ങൾ: പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, കൾച്ചറൽ ക്യാപിറ്റൽ, ഫിനാൻസ് ക്യാപിറ്റൽ. ഈ 3 മൂലധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഈ 3 മൂലധനങ്ങളിലും ഏതെങ്കിലും നിലക്കുള്ള ഒരു നിർവാഹക ശേഷി ഈ ജനതയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നിശ്ചയമായും സ്റ്റേറ്റിന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഈ ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളെടുക്കുമ്പോൾ നിഷാദ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാർട്ടിയെ സവിശേഷമായി കുറ്റപ്പെടുത്തുന്നത് കൊണ്ടോ സവിശേഷമായി പ്രകീർത്തിക്കുന്നതോ ഒരു കാര്യവുമില്ല. ഒരു അതറായിട്ട് ഒരു അപരവർഗമായിട്ട് അവരെ കാണുകയും അവരുടെ ജീവിതം എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്. ഇപ്പോൾ തന്നെ ആദിവാസി ഭൂമി പ്രശ്നം, അവർ എന്തിനാണ് ആദ്യം കുടിൽക്കെട്ടി സമരം നടത്തുന്നു, പിന്നെ മുത്തങ്ങ സമരം നടത്തുന്നു, പിന്നെ നിൽപ്പ് സമരം നടത്തുന്നു. ഭൂമി വേണം, എന്താണ് 5 ഏക്കർ ഭൂമിയാണ് അവർ ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഒരു നഗരത്തിലൊരു മാധ്യമ പ്രവർത്തകൻ 5 ഏക്കർ ഭൂമിയാണ് എന്തടേ എന്നാണ് ചോദിക്കുക. കാരണം ഒരു നഗരത്തിൽ കിടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ച് 5 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. ഇവർ കൃഷി ചെയ്യുവാനുള്ള ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് ചോദിക്കുന്നത്. 5 ഏക്കർ ഇല്ല, 1 ഏക്കർ തരാം എന്ന് സർക്കാർ അവരോട് പറയുന്നു. ആ 1 ഏക്കറിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കൂ. 800 ചില്ലാൻ കുടുംബങ്ങളാണ് മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്തത്. സർക്കാർ അത് വെട്ടിച്ചുരുക്കി 400 ചില്ലാനം മറ്റോ ആക്കി. അതിൽ 200 ചില്ലാൻ കുടുംബങ്ങൾക്ക് ഇത് കൊടുത്തു, 1 ഏക്കർ കൊടുത്തു. ഈ പേപ്പർ ഇവർ കൊടുത്തു. വില്ലേജ് ഓഫീസറോട് പോയി ചോദിക്കുകയാണ്, സാറേ ഇത് എവിടെയാ? വില്ലേജ് ഓഫീസർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഏതോ പാറക്കൂട്ടങ്ങളോ മലഞ്ചെരുവുകളോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വില്ലേജ് ഓഫീസർക്ക് പോലും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് ഇവർക്ക് കൊടുത്തത്. അപ്പോൾ എന്താ സംഭവിച്ചത്? കുറച്ചധികം ആളുകൾ ഈ 1 ഏക്കർ ഭൂമിയുടെ കടലാസ് കയ്യിലുള്ള ആളുകളായി മാറി എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് നമ്മളെല്ലാം മലയാളികൾ മൊത്തത്തിൽ ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ്. ആദിവാസികളുടെ സവിശേഷമായി പട്ടികജാതിക്കാരുടേത് അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആയിരക്കണക്കിന് കോളനികൾ തളച്ചിടപ്പെട്ടിരിക്കുകയാണ് അവരുടെ ജീവിതം. നേരത്തെ പ്രൊമോസർ പറഞ്ഞല്ലോ, ഭൂപരിഷ്കരണത്തിന് ശേഷം ഇത്രയും പ്രസിദ്ധവും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ കേരളത്തിലാണ് ആദിവാസികൾ ഈ ദലിത് വിഭാഗങ്ങൾ 25,000-ഓളം കോളനികളിലായി അടച്ചിടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം അതിലിങ്ങനെ കറങ്ങുകയാണ്. ഒരു നിലക്കുള്ള 3 സെൻറ്റും
5 സെൻറ്റും ഒക്കെ ആയിട്ട് അതിൽ കറങ്ങുകയാണ്. തലമുറയായി ഇത് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള ഒരു ചലനാത്മകതയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ അതേക്കുറിച്ച് പിന്നെയും സംസാരിക്കാനൊരു അവസരം എന്നുള്ള നിലയ്ക്ക് ഇത് കാണുക എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല വളരെ അടുത്തൊരു ഭാവിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു മാറ്റം ആ മേഖലയിൽ ഉണ്ടാകുമെന്ന്. ആദിവാസികൾക്കും എല്ലാവർക്കും ഉള്ള തുല്യനീതി എന്ന ആശയം അത് ഡിസ്കസ് ചെയ്യപ്പെടുക. അതെന്തുകൊണ്ടാണ് അവർക്കുള്ള നീതി നിരന്തരം നീട്ടിവെക്കപ്പെടുന്നത് എന്ന് ക്വസ്റ്റ്യൻ ഇവിടെ ഉയർത്തപ്പെടുന്നു ഓരോ ഈ ആണ്ടോർമ്മയ്ക്കും. നമുക്ക് നാളെ ഇരിക്കാം. നമസ്കാരം.